പശ്ചിമേഷ്യ വീണ്ടും സംഘർഷഭരിതം. ഇറാന്റെ ഡ്രോൺ മിസൈൽ കേന്ദ്രങ്ങളിലേക്ക് അമേരിക്ക ആക്രമണം നടത്തി. ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഇറാന്റെ പ്രത്യാക്രമണമുണ്ടായി. ഇറാൻ ആക്രമണമുണ്ടായതായി ബഹ്റൈൻ സ്ഥിരീകരിച്ചു. US ആക്രമണങ്ങൾ UN ചാർട്ടറിന്റെ ലംഘനമാണെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറക്ചി. സമാധാന കരാറിൽ ലോകം ആശ്വാസം കണ്ടെത്തുമ്പോഴാണ് വീണ്ടും ഇറാൻ അമേരിക്ക സംഘർഷമുണ്ടാകുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിൽ ജൂൺ 18-ന് ധാരണാപത്രം ഒപ്പിട്ട ശേഷം നടക്കുന്ന ആദ്യ സംഘർഷമാണിത്. ഹോർമുസ് കടലിടുക്കിൽ കപ്പലുകൾക്ക് നേരെ ആക്രമണമുണ്ടായിരുന്നു. ആക്രമണത്തിന് പിന്നിൽ ഇറാനാണെന്ന് ആരോപിച്ച് പുലർച്ചെ ഇറാൻ ഡ്രോൺ മിസൈൽ കേന്ദ്രങ്ങളിലേക്ക് അമേരിക്ക ആക്രമണം നടത്തി. ഇതിന് മറുപടിയായാണ് ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കൻ കേന്ദ്രങ്ങളിലേക്ക് ഇറാന്റെ തിരിച്ചടിയുണ്ടായത്. ആക്രമണം നേരിട്ടതായി ബഹ്റൈൻ സ്ഥിരീകരിച്ചു. ആക്രമണത്തെ ശക്തമായി അപലപിച്ച ബഹ്റൈൻ സമാധാന കരാറിന് കോട്ടം വരുന്ന പ്രവൃത്തിയാണ് ഇറാനിൽ നിന്നുണ്ടാകുന്നതെന്ന് ആരോപിച്ചു. ബഹ്റൈന് നേർക്കുണ്ടായ ആക്രമണത്തിൽ ഓരോ ഗൾഫ് രാജ്യങ്ങളും GCC രാജ്യങ്ങളുടെ കൂട്ടായ്മയും അപലപിച്ചു. അമേരിക്കൻ നടപടികളാണ് സംഘർഷത്തിലേക്ക് നയിച്ചതെന്നാണ് ഇറാന്റെ വാദം. കൂടുതൽ കപ്പലുകൾക്ക് ഹോർമുസ് കടക്കാൻ അനുമതി നൽകിയതായും ഇറാൻ പറയുന്നു. 24 ദുബായ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.